നമസ്കാരം. യേശു തമ്പുരാൻ 18 സംവത്സരമായി നേരെ നിൽക്കാനാവാതെ കൂനുമായി ജീവിക്കുന്ന ഒരുവളെ സുഖപ്പെടുത്തുന്ന വിചാരമാണ് ഇന്ന്. 18 സംവത്സരമായിട്ടുണ്ട്. അവൾക്ക് നേരെ നിൽക്കാനായിട്ടില്ല, നേരെ നോക്കാനായിട്ടില്ല. നിൽപ്പും കാഴ്ചയും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. ഓരോ ആംഗിളിലും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസവുമുണ്ടല്ലോ. കുഞ്ഞുനാളിലെന്നോ നിലത്ത് നിന്ന് കിട്ടിയ ആ ചില്ലറ നാണയമല്ലേ ടോൾസ്റ്റോയിയുടെ ഐവാനെ പിന്നെ ആകാശം നോക്കാൻ അനുവദിക്കാഞ്ഞത്. അയാളുടെ ജീവിതത്തിൻ്റെ ആകെ സമ്പാദ്യം കുറേ ഓട്ടക്കാലനകളും മുട്ടുസൂചികളും തകരപ്പാത്രങ്ങളുമായി മാത്രമൊക്കെ അവശേഷിച്ചതും. ഇതാ അവളുടെ ശരീരത്തിൻ്റെ വളവിനെയാണ് തമ്പുരാൻ നേരെയാക്കുന്നത്. വളവ് നിവർന്നാൽ എന്താണ് ഗുണമുണ്ടാവുക? വളവ് നീക്കിയാൽ ദൂരം കുറയും. അത് റോഡിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ബാധകമാണ്. ഉള്ളിലെ വക്രതകളും വിചാരങ്ങളിലെ വളവുകളുമൊക്കെ ഒന്ന് നേരെ ആക്കി നോക്കിയാലോ കുറെ കൂടെ ആഴത്തിൽ നമുക്ക് സ്നേഹിക്കാനാവും. അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും ഇടയുണ്ട്. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർമ്മ വേണം. ശിഷ്യന്മാർ ഇടപെടുന്നുണ്ട് ഈ സംഭവത്തിൽ. അവരാണ് കൂനിയായ സ്ത്രീയെ തമ്പുരാന്റെ മുമ്പിൽ എത്തിക്കുന്നത്. അപമാനവീകരണത്തിൻ്റെ, മനുഷ്യനെ നിവർന്നു നിൽക്കാൻ അനുവദിക്കാത്തതിൻ്റെ നിരവധി സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന വക്രതകളും അഴിമതികളും അധാർമികതയും അവിഹിതവും വിളിച്ചു പറയാനുള്ള ബാധ്യത ക്രിസ്തു ശിഷ്യന്മാർക്കുണ്ട്. അവയെ ഇല്ലാതാക്കുന്ന ഇടപെടലുകൾക്കായുള്ള ചുമതലയും നമുക്കുണ്ട്. ബിഷപ്പ് പൗലോസ് മാർ പൗലോസിൻ്റെ ചോദ്യമാണ് ഓർമ്മയിൽ ഉണരുന്നത്. നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നമസ്കാരം.